ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ മറൈൻ മിറാക്കിൾസ് എന്നുള്ള എക്സ്പോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കുണ്ട്, അമ്മുണ്ട്, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഉള്ളിലേക്ക് പോകാം കേട്ടോ. ഇതാണ് കേട്ടോ മറൈൻ മിറാക്കിൾസിൻ്റെ ഫ്രണ്ട് ഭാഗം എൻട്രൻസ് എന്ന് പറയുന്നത്. നല്ല വലിയൊരു എൻട്രൻസ് ആണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഫുള്ള് ഈ എന്താ പറയുക മെർമെയ്ഡിൻ്റെയും അതുപോലെ ഫിഷിൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടൊക്കെ ഉള്ള അതായത് പോലത്തെ നല്ലൊരു എൻട്രൻസ് ആണ്. അപ്പോൾ ഈ ഒരു എൻട്രൻസിലൂടെ കടന്നിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതേപോലെ ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ ഉള്ളിൽ കുറച്ച് എന്താ പറയുക ഒരു സ്നോ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതുപോലെ ചെറിയ ഫൗണ്ടെയിൻസും വാട്ടർഫോൾസും ഇതുപോലെയുള്ള ഒരു കാശ്മീർ സെറ്റപ്പൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും കാണാൻ കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക നല്ല തണുപ്പൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ. ഒരു എന്താ പറയുക പുറത്ത് അതേ ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. മെയിനായിട്ട് വരുന്നവർക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകെ മൊത്തം സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ മൃഗങ്ങളെയും അതുപോലെ തന്നെ വലിയ ട്രീസും അങ്ങനെയുള്ള കുറച്ച് പൂന്തോട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതുപോലെ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ കയറി കഴിഞ്ഞാൽ കാണുന്നത് ഇതുപോലത്തെ ഒരു സെറ്റിങ്സ് ആണ് കേട്ടോ. അതായത് അണ്ടർ വാട്ടർ തീമാണ്. അപ്പോൾ ഒരുപാട് മീനുകളെ കൊടുത്തിട്ട് അവിടെ നമുക്ക് എക്സ്പോയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പേരൊന്നും അറിയില്ല, അവരവിടെ പേര് എഴുതിയിട്ട് കൊടുത്തിട്ടുമില്ല. കുറച്ചും കൂടി അതൊക്കെ പേരും കൂടെ ഒക്കെ കൊടുക്കുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. അപ്പോൾ ഇതുപോലെ കുറേ മീനുകളുണ്ടായിരുന്നു. നല്ല ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെയുള്ള മീനുകളുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമായിരുന്നു കേട്ടോ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. കാരണം അത്രയും ക്ലോസ് ആയിട്ട് അവർ അത്രയും വലിയ എന്താ പറയുക ജീവനുള്ള ഫിഷുകളെ കാണല്ലോ. അപ്പോൾ അത് കാരണം തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമായിരുന്നു കേട്ടോ ഈ സെക്ഷൻ. അപ്പോൾ ഈ കടലിനടുത്തായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് സമയം പോണത് അറിയില്ല കേട്ടോ. അത്രയും നേരം നമ്മളത് നോക്കി നിൽക്കും. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പല കളറിലുള്ള പല സൈസിലുള്ള മീനുകളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക അത്രയും നമ്മൾ ക്ലോസ് ആയി കാണുന്നത് കാരണം തന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കണ്ടിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞാൻ മെയിനായിട്ടും വന്നത് ഈ ഒരു മുതലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്തോ ഒരു ക്യൂരിയോസിറ്റി ഇതിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം ഇവിടെ ആയിരുന്നു കേട്ടോ അധികം ആളുകൾ. ഇവിടെയും അതുപോലെ തന്നെ ആ ഫിഷിൻ്റെ അടുത്തുമായിരുന്നു അധികം ആളുകൾ കൂടുതലായിട്ട് നിന്നിരുന്നത്. അപ്പോൾ എന്താ പറയുക മെർമെയ്ഡിൻ്റെ അടുത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും നല്ല ക്ലോസ് ആയിട്ട് നിന്ന് കാണാമായിരുന്നു കേട്ടോ. പിന്നെ മെർമെയ്ഡും തന്നെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്ന മെർമെയ്ഡാണ്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ
വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് തരുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതെന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതുപോലെയുള്ള സ്റ്റാളുകളായിരുന്നു കേട്ടോ. അതായത് ഫുഡ് കോർട്ടും അതുപോലെ തന്നെ ബുക്സ്, സ്നാക്സ്, ഇതുപോലെയുള്ള കുറച്ച് എന്താ പറയുക ഒരു പൂരപ്പറമ്പ് സെറ്റപ്പില്ലേ, അതുപോലെ ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. ഒരുപാട് സ്റ്റാളുകളൊന്നുമില്ല, വളരെ കുറച്ച്. അതായത് ബുക്സ്, അതുപോലെ കളിപ്പാട്ടങ്ങൾ, പിന്നെ ഇപ്പം എല്ലായിടത്തും കാണുന്നതാണല്ലോ പഴയ കാല മിഠായികൾ, അങ്ങനെയുള്ള സ്റ്റാളുകളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കോർട്ടും അത്ര ഒരു എന്താ പറയുക നല്ല ഫുഡ് കോർട്ടെന്നൊന്നും പറയാനില്ല. എല്ലാം ഒരു ജസ്റ്റ് ഒരു സ്റ്റാൾ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഉള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള കുറേ റൈഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ മോനായിട്ട് കയറി, അവന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിൽ കയറി. അതുപോലെ തന്നെ മോൾക്കൊക്കെ ജയൻറ്റ് വീലിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ കയറ്റിയില്ല സൈറ്റൻ. അത് വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് വേറെ ഒരെണ്ണത്തിൽ കയറി. പക്ഷേ അത് കയറിയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പകുതിക്കുന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് വിചാരിച്ചു. രണ്ടാളും ഭയങ്കരമായിട്ട് പേടിച്ചു കേട്ടോ. എന്താ പറയുക, ഒപ്പമുള്ള ആൾക്കാരെ കൂടി പേടിപ്പിക്കുന്ന തരത്തിലായിരുന്നു. ഇതിലാണ് കയറിയത്. ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ അലറി വിളിക്കാൻ തുടങ്ങിയതാണ്. അത് നിർത്തിയതിന് ശേഷമാണ് 2 പേര് സമാധാനമായത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മറൈൻ നമുക്ക് കാണാനുള്ളത്. 100 രൂപ വന്ന് ടിക്കറ്റ് കുറച്ച് കൂടുതലായിട്ട് തോന്നി. എന്നാലും വ്യത്യാസത്തിൻ്റെ വേണ്ടി കുട്ടികൾക്ക് കാണാനുള്ള 1-2 കാര്യങ്ങളൊക്കെ, അതുപോലെ അക്വേറിയം അതൊക്കെ ഉള്ളത് കാരണം ഓക്കെ. പിന്നെ അതുപോലെ ഇതുപോലൊരു ഹോഴ്സ് ഉണ്ടായിരുന്നു അവിടെ. അത് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എക്സ്പോയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ, സീ യു.